lesson plus 2 physics third chapter current electricity. Okay, third chapter current electricity. ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും കറണ്ട് സ്റ്റാറ്റിക് സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? റെസ്റ്റിലാണെന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച്. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ചാർജ് മൂവ് ചെയ്യണം. അതായത് ഒരു മെറ്റീരിയൽ പാർട്ടിക്കിൾസിലൂടെ ചാർജ് മൂവ് ചെയ്യുമ്പോഴാണ് അത് കറണ്ടായി മാറുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മൂവിംഗ് ചാർജ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട് ത്രൂ എ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഓർ ത്രൂ എ കണ്ടക്ടർ. ഓക്കെ, അപ്പം ആ ചാർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിച്ച ലെറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു Q ആണ്. ടൈമിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് T. അപ്പൊ ഇത്ര ടൈം കൊണ്ട് ഇത്ര ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അതെന്തായി മാറും? ഇത്ര കറണ്ടായി മാറും അല്ലേ? ദാറ്റ് ഈസ് കറന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ I, capital letter I. Q for charge and T for time. That is the rate of flow of charge called electric current. The rate of flow of charge. ഇത്ര ടൈം കൊണ്ട് ഇത്ര ചാർജ് ഫ്ലോ ചെയ്താൽ അതായി മാറും, കറണ്ടായി മാറും. എന്ത് കറണ്ടാണ്? ഇലക്ട്രിക് കറന്റ്. നമ്മള് ആവറേജ് കറണ്ടിനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് I average, AV for average. Average current equal to delta Q by delta T. പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് ആവറേജ് വെലോസിറ്റി അല്ലേ? അതെങ്ങനെ ആവറേജ് വെലോസിറ്റി പഠിച്ചിട്ടുള്ളത്? V average or V bar. Average velocity is equal to delta x by delta t. ടൈമിന് ചേഞ്ച്, ഡെൽറ്റ മീൻസ് ചേഞ്ച് ആണ്. ടൈമിന് ചേഞ്ച് വരുമ്പോൾ ബോഡിയുടെ പൊസിഷനും ചേഞ്ച് വരും. അപ്പൊ അത് എന്തായി മാറും? വെലോസിറ്റി ആയി മാറും. സിമിലർലി ടൈമിന് ചേഞ്ച് വരുമ്പോൾ ചാർജിനും ചേഞ്ച് വരും. അപ്പൊ അത് കറണ്ടായി മാറും. ഓക്കെ, ഇതാണ് ആവറേജ് കറണ്ട്. Then instantaneous value of current. I instant. INST means instantaneous. Instantaneous velocity, instantaneous acceleration ഇതൊക്കെ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് instantaneous velocity? Velocity of a body at an instant is called instantaneous velocity. അല്ലേ? ഒരു ഇൻസ്റ്റന്റിൽ, ഒരു നിമിഷത്തിൽ ഒരു ബോഡിയുടെ വെലോസിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റിൽ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്താ പറയാ? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ്. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് കറന്റ് ത്രൂ എ കണ്ടക്ടർ at any instant is called instantaneous value of current. That is instantaneous velocity നമ്മൾ എന്താ പഠിച്ചത്? Instantaneous V instant is equal to limiter, Li means limiter, delta t tends to 0 into delta x by delta t. Delta x by delta t. It is the expression for instantaneous velocity. Instantaneous വരുമ്പോഴാണ് നമ്മൾ delta t tends to 0 എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം നമ്മൾ അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോയാൽ ഒരുപാട് ലാഗിങ് ക്ലാസ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആ ടൈമിന് ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് ദ delta t tends to 0 means ടൈം 0 നോട് അടുക്കുന്നു, or the time approaches to 0. ഓക്കേ, അപ്പോൾ അതെങ്ങനെ മാറും? or ടൈമിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡെൽറ്റ എന്തായി മാറും? dx ആയി മാറും, or ഡെറിവേറ്റീവ് ആയിട്ട് മാറും, dx by dt. It is the expression for instantaneous velocity. Similarly, we can define the current instantaneous value. So, current instantaneous value കണ്ടുപിടിക്കുന്നത് method യൂസ് ചെയ്യാം. Limit delta t tends to 0, delta x ന് പകരം ഉപയോഗിക്കുക delta q by delta t. അതായത് ആവറേജ് വെലോസിറ്റിയുടെ delta x by delta t, ആവറേജ് വെലോസിറ്റിയുടെ ടൈം ലിമിറ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. സിമിലർലി ആവറേജ് current delta q by delta t means average current. Average current ന്റെ ടൈം ലിമിറ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് കറന്റ്.
Okay, so that is delta q by delta t means dq by dt. It is the expression for instantaneous current. Okay, right, it is the expression for instantaneous value of current. It is a general expression for current. Average value of current represented either, and it is the instantaneous value of current. Okay. ഇനി ഫിസിക്കൽ കറണ്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതിന് യൂണിറ്റ് ഉണ്ടായിരിക്കും, ഡയമെൻഷൻ ഉണ്ടായിരിക്കും, അല്ലേ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കറണ്ട്? കറണ്ടിന്റെ യൂണിറ്റ് മനസ്സിലാക്കാൻ നമ്മള് അതിന്റെ ഫോർമുല അറിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് യൂണിറ്റ് ഡിറൈവ് ചെയ്യണം, അല്ലേ? അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞാൽ Q by T ആണ് ജനറൽ എക്സ്പ്രഷൻ. ചാർജിന്റെ SI യൂണിറ്റ് ആണ് കൂളോം, ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. അപ്പോ കൂളോം പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് SI യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് കൂളോം പെർ സെക്കൻഡ് ഓർ കൂളോം സെക്കൻഡ് ഇൻവേഴ്സ്. It is the SI unit of current or ampere. It is the commonly used unit of current. മനസ്സിലായോ? കറണ്ടിന്റെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് എല്ലാവർക്കും അറിയാം, ആംപിയർ ആണ്, അല്ലേ? ആംപിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആംപിയർ എന്നുള്ളത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. ഐസക് ന്യൂട്ടൺ പറയാവുന്ന ഗ്രാജുവേഷൻ ഫോഴ്സ് കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൺ അല്ലേ? അതുകൊണ്ട് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് എന്ന് പറഞ്ഞ പോലെ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് ആൻഡ്രേ മറി ആംപിയർ. ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്. അതിന്റെ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ചാൾസ് അഗസ്റ്റിൻ ഡി കൂളം. കൂളം എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ആൻഡ്രേ മറി ആംപിയറിന്റെ ഷോർട്ട് ആയിട്ട് എ എടുക്കാം. അപ്പൊ എ ഫോർ ആംപിയർ. ഇതാണ് കറണ്ടിന്റെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ്. ഓക്കെ, ആംപിയർ ഈസ് ദ കോമൺലി യൂസ് ഓഫ് കറന്റ് or coulomb per second or coulomb second inverse. Okay, and CGS unit of current, CGS unit SI unit ആണത്. CGS unit of current എന്തായിരിക്കും? EMU. Okay, അങ്ങനെ മനസ്സിലാക്കി. സാധാരണ CGS unit ഒന്നും ചോദിക്കാറില്ല, പറഞ്ഞപ്പോ നമുക്ക് പറയുമ്പോ എല്ലാം പറയണ്ടേ, അപ്പൊ അതുകൊണ്ട് SI unit തൽക്കാലം അത്ര പിടിച്ചു. ഇനി what is the dimension of current? കറണ്ടിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? അത് സെയിം ഫോർമുല നമുക്ക് യൂണിറ്റ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് കറണ്ടിന്റെ ഡയമെൻഷൻ ഡിറൈവ് ചെയ്യാം, അല്ലേ? എങ്ങനെയാ? കറണ്ടിന്റെ യൂണിറ്റിനെ നമ്മൾ ആംപിയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലേ? ഇവിടെ കറണ്ട് ഡയമെൻഷൻ ഓഫ് കറണ്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയമെൻഷൻ ആണ്. അതെന്തായിട്ട് എടുക്കാം? ആംപിയർ തന്നെയാണ്. യൂണിറ്റും ഡയമെൻഷനും സെയിം ലെറ്റർ തന്നെയാണ്, മറക്കണ്ട. The unit and dimension of current is the same letter, that is A. Clear ആയോ? അപ്പോൾ ഇതാണ് കറണ്ടിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നമ്മുടെ ഈ ചാപ്റ്ററിൽ. Okay, then what is the definition of ampere? Ampereന്റെ definition മനസ്സിലാക്കാൻ, that is I equal to dq by dt. Instantaneous value of current I equal to dq by dt. ചാർജിന്റെ യൂണിറ്റ് കൂളോം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. ഓക്കെ, അപ്പോ ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് 1 ആംപിയർ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ആ കണ്ടക്ടറിലൂടെ ഒരു കൂളോം ചാർജ് 1 സെക്കൻഡ് കൊണ്ട് ഫ്ലോ ചെയ്താൽ മതി. ക്ലിയർ? അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ആ പിന്നെ ക്വാണ്ടിറ്റിയുടെ ഫോർമുലയിൽ എന്തൊക്കെയാണോ വരുന്നത് അതിനൊക്കെ ഡയമെൻഷൻ 1 കൊടുക്കുക. ഓക്കെ, അതായത് നേരെ തിരിച്ച് പറയാം, 1 സെക്കൻഡ് കൊണ്ട് ഒരു കണ്ടക്ടറിലൂടെ 1 കൂളോം ചാർജ് ഫ്ലോ ചെയ്താൽ അതിലൂടെയുള്ള കറണ്ട് 1 ആംപിയർ ആയിരിക്കും. സിമ്പിൾ അല്ലേ? That is, the current through a conductor is said to be 1 ampere if 1 coulomb of charge flows through a conductor in 1 second. Clear? The current through a conductor is said to be 1 ampere if 1 coulomb of charge flows through a conductor in 1 second. Okay, അങ്ങനെയാണ് നമ്മൾ
ഒരു ആംബിയറിന്റെ ഡെഫിനിഷൻ പറയും അല്ലേ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് പലതരം കറണ്ടുകളുണ്ട് അല്ലേ. ഏതൊക്കെ കറണ്ടുകളുണ്ട്? മെയിൻ ആയിട്ട് 2 കറണ്ടായിട്ട് നമുക്ക് പറയാം. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞു ആവറേജ് വാല്യൂ ഓഫ് കറണ്ട്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. ആ കറണ്ട് അല്ല ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കറണ്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. സ്റ്റഡി കറണ്ട് ആൻഡ് വേരിയസ് കറണ്ട്. സ്റ്റഡി കറണ്ടും വേരിയസ് കറണ്ടും. ആ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റഡി കറണ്ട്, ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ഡസ് നോട്ട് വാരി വിത്ത് ടൈം. The magnitude of the current does not vary with time, called a steady current. അതായത് സമയത്തിനനുസരിച്ച് ഓർ സമയം മാറുന്നതനുസരിച്ച് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് വരുന്നില്ല എങ്കിൽ അത്തരം കറണ്ടിനെയാണ് സ്റ്റഡി കറണ്ട് എന്ന് പറയുക. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന കറണ്ട് ഒക്കെ സ്റ്റഡി കറണ്ട് ആണ്, കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായി? സ്റ്റഡി മീൻസ് കോൺസ്റ്റന്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈം മീൻസ് ഒരു 10 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഒഴുകുന്ന കറണ്ട് ഒക്കെ നമ്മൾ സ്റ്റഡി കറണ്ട് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോ ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന കറണ്ട് സ്റ്റഡി കറണ്ടിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, then what is varying current? The current varies with time. The magnitude and direction of current varies with time. ഒരു കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സമയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? വാരിയിങ് കറണ്ട് എന്ന് പറയും. എക്സാമ്പിൾ ആണ് AC, ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്? നമുക്കൊക്കെ നമ്മുടെ വീടുകളിലേക്കും സ്കൂളുകളിലേക്കും ഫാക്ടറികളിലേക്കും ഹോസ്പിറ്റലുകളിലേക്കും എന്ന് വെച്ചാൽ നമ്മുടെ വിതരണം ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് കറണ്ട് എല്ലാം തന്നെ എന്താണ്? AC അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ ആ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എ കറണ്ട് വാരീസ് വിത്ത് ടൈം, കോൾഡ് വാരിയിങ് കറണ്ട്. Okay, next we can define drift velocity. Drift velocity. VD എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. V ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, D സ്മോൾ ലെറ്റർ ആയിട്ട് താഴെ എഴുതുക. ഓക്കെ, ഡ്രിഫ്റ്റ്, D ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയാം? ഇപ്പൊ നമുക്കറിയാം, let us consider a conductor. ഇതൊരു കണ്ടക്ടർ ആണ്. ശരി, ഇതൊരു കണ്ടക്ടർ ആണ്. കണ്ടക്ടർ അറിയാലോ, കറണ്ടിനെ അല്ലെങ്കിൽ ചാർജിനെ ഈസി ആയിട്ട് കടത്തിവിടുന്ന സബ്സ്റ്റൻസുകളെയാണ് കണ്ടക്ടർ എന്ന് പറയുക. അപ്പൊ അങ്ങനെ നമ്മൾ മുന്നേ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്, ഫ്രീ ഇലക്ട്രോൺസുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മെറ്റാലിക് കണ്ടക്ടറുകളാണ്. ഓക്കെ, ദാറ്റ് ഈസ് മെറ്റാലിക് കണ്ടക്ടർ contains a lot of free electrons. That is, those free electrons are responsible for the conduction of current through the material. ഒരു മെറ്റീരിയലിലൂടെ കറണ്ടിന്റെ കണ്ടക്ഷന് സാധ്യമായി തീരുന്ന പാർട്ടിക്കിളുകളാണ് യഥാർത്ഥത്തിൽ ഫ്രീ ഇലക്ട്രോണുകൾ. അങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഏറ്റവും കൂടുതൽ ഏതിലാണ്? മെറ്റൽസിലാണ്. സോ മെറ്റൽസ് ആർ, ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. എല്ലാ മെറ്റലുകളും കണ്ടക്ടേഴ്സ് ആണ്. എല്ലാ മെറ്റലുകളും പറഞ്ഞാൽ നമുക്ക് പലതരം മെറ്റലുകളുണ്ട് അല്ലേ. ഏത് മെറ്റൽ എടുത്താലും, ഈവൻ മെർക്കുറി ഒരു മെറ്റലാണ്, അറിയാലോ. അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ പോലും ലിക്വിഡ് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു മെറ്റലാണ് മെർക്കുറി അല്ലേ. അപ്പൊ ഓരോ മെറ്റലിനും അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഒരേ അളവിലാവില്ല. ഓക്കെ, അതെന്താ കാരണം? ഓരോ മെറ്റലിന്റെയും റെസിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്. ആ റെസിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പറയാം. ഓക്കെ, അപ്പം ആദ്യം ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പോ നമുക്കറിയാം, ആ ഒരു മെറ്റൽസിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതൊക്കെ ഫ്രീ ഇലക്ട്രോൺസുകളാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ ഈ ഡോട്ടഡ് ബ്ലാക്ക് ഡോട്ട് കാണിച്ചു വെക്കുന്ന ഫ്രീ ഇലക്ട്രോണുകളാണ്. ആ ഫ്രീ ഇലക്ട്രോണുകൾ ധാരാളമുള്ള ആ കണ്ടക്ടറിനെ നമ്മൾ എവിടെ വയ്ക്കുക? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മുമ്പത്തെ ചാപ്റ്റർ പഠിക്കേണ്ട. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വെക്കുക. അപ്പൊ ഈ ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ് വിചാരിക്കുക. ഈ ആരോ മാർക്ക് കാണുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ചാപ്റ്റർ. അതായത് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ചാർജ് അതിന് ചുറ്റും
electric field producing. That is, the charge is at rest produces electric field around it. Okay. Appo electric field is a vector quantity. Appo field ഈ ഡയറക്ഷൻ ആണ് വിചാരിക്കുക. അങ്ങനെ ഈ ഇത്രയും ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിലാണ് ഒരു കണ്ടക്ടർ ഇരിക്കുന്നത്. കണ്ടക്ടറിന് ചാർജ് കൊടുത്തിട്ടില്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? ഈ കണ്ടക്ടറിന്റെ ഒരു ഭാഗത്ത് ഈ എൻഡിലെ ഇലക്ട്രോണുകളൊക്കെ തന്നെ എവിടേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന കൂട്ടത്തോടെ ഒഴുകും. എവിടേക്ക്? The electrons at this end of the conductor drift towards this edge. That is, the direction of drifting of electrons is opposite to that of electric field. Electric field ഏത് ഡയറക്ഷൻ ആണോ ആ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കണ്ടക്ടറിലെ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുക, കൂട്ടത്തോടെ ഫ്ലോ ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഫ്രീ ഇലക്ട്രോണുകൾ ആ മെറ്റീരിയലിനകത്തുള്ള പോസിറ്റീവ് അയോണുകളുമായിട്ട് കൊളീഷൻ നടക്കും, അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യും. മനസ്സിലായോ? That is, during the drifting of electrons, free electrons, they collides with the positive ions inside the conductor. Clear ആയോ? ആ പോസിറ്റീവ് അയോണുകളുമായിട്ട് ഓരോ ഫ്രീ ഇലക്ട്രോണുകളും കൂട്ടിയിടിക്കുമ്പോൾ ഇടിച്ചതിന് ശേഷം ഇലക്ട്രോണുകൾക്ക് ഒരു വെലോസിറ്റി കിട്ടുന്നു, ഒരു മിനിമം വെലോസിറ്റി കിട്ടുന്നു. ആ മിനിമം വെലോസിറ്റിയുടെ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ക്ലിയർ ആയോ? അപ്പോ ദാറ്റ് ഈസ് എങ്ങനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി can be defined as the velocity with which acquired by the free electrons subjected to an electric field. Clear? അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക നിമിത്തം ആ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസിന് കിട്ടുന്ന ഒരു വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. Clear? That is, drift velocity can be defined as the velocity of free electrons or velocity acquired by the free electrons എപ്പോഴാണ്? when it is subjected to an electric field applied across it. മനസ്സിലായോ? ആ കണ്ടക്ടറിനെ അക്രോസ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണുകൾക്ക്, ആ കണ്ടക്ടറിനകത്തുള്ള ഫ്രീ ഇലക്ട്രോണുകൾക്ക് കിട്ടുന്ന ഒരു വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ മെക്കാനിസം ഇത്രയുള്ള എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ് അപ്ലൈ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണ്ടക്ടറിന്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഇലക്ട്രോണുകൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് ഒഴുകിയെത്തും. അങ്ങനെ ഡ്യൂറിംഗ് ദ ഫ്ലോ ഓഫ് electron or during the drift of electrons, they collides with the positive ions and acquire some velocity. മനസ്സിലായോ? അങ്ങനെ ഇലക്ട്രോണുകൾ കൂട്ടത്തോടെ ഒഴുകുമ്പോൾ ആ ഇലക്ട്രോണുകൾ പോസിറ്റീവ് അയോണുകളുമായി കൂട്ടിയിടിച്ച് ഒരു additional velocity കിട്ടുന്നു. That additional velocity is known as drift velocity. Clear? Okay. അതുവേണം. അപ്പോൾ ആ drift velocity കാണാനുള്ള നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. എന്തായിരിക്കാം? drift velocity vd is equal to, നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സലറേഷൻ is equal to velocity by time. പഠിച്ചല്ലേ? Acceleration is equal to velocity by time. Or velocity is equal to, or velocity is equal to acceleration into time, cross multiplicity. Velocity is equal to acceleration into time. ഈ ആക്സലറേഷനും നമുക്ക് വേറെ രീതിയിൽ പറയാം. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാസ് ഇൻടു ആക്സലറേഷൻ അല്ലേ? ഫോഴ്സ് കണ്ടുപിടിക്കാൻ ന്യൂട്ടോണിയൻ ഫോഴ്സ് F is equal to mass into acceleration. Therefore acceleration A is equal to F by m. Acceleration A is equal to F by m. Similarly, ഇവിടെ ആക്സലറേഷന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, F by m into t. അപ്പോൾ വെലോസിറ്റി കാണാൻ പല ഡെഫിനിഷൻസ് ഉണ്ട്, അല്ല പല ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോ ആക്സലറേഷൻ എന്ന വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഈ ഫോർമുലയാണ്. ഇതിൽ ആക്സലറേഷൻ വരെ നമുക്ക് ന്യൂട്ടൺസ് ഫോർമുല, ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഫോർമുല മാസിന്റെ ആക്സലറേഷൻ ആണ്. അത് a കണ്ടുപിടിക്കാൻ F by m ആണ്. ആ a യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് F by m കൊടുത്തു. ഇനി ഇവിടെ ഈ ഫോഴ്സ് പറഞ്ഞാൽ ഇവിടെ എന്ത് ഫോഴ്സ് ആണ്? ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് ആണ് അല്ലേ? ചാർജുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ അല്ലേ? ചാർജുകൾ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സിനല്ലേ നമ്മൾ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയാ. അപ്പോ ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? Q into E ആണ്. ചാർജ് ഇൻടു ഫീൽഡ് ആണ്. ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് E. മുമ്പത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. തൽക്കാലം ഓർത്തിരിക്കുക, ഫോഴ്സ് ഈസ് ഈക്വൽ ടു Q into E.
അപ്പൊ കഴിഞ്ഞ ചാപ്റ്ററില് അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന ചാർജ് ഫീൽഡ് ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചാപ്റ്ററില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ നമ്മള് ജനറൽ ഇക്വേഷൻ പഠിച്ചത് ഒരു ഫീൽഡിനകത്ത് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലെ ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് ഇ. ഫീൽഡിനകത്ത് ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു പോയിന്റ് ഉണ്ട് വിചാരിക്കുക, ആ പോയിന്റിലെ ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് ഇ. ആ ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ്, ആ പോയിന്റ് ചാർജ് ആണ് ക്യൂ. അതായത് ഒരു പോയിന്റ് ചാർജിന് മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ആ പോയിന്റിലെ ഫീൽഡിന്റെ സ്ട്രെങ്ത്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. അതായത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ടെസ്റ്റ് ചാർജ് എന്നും പറയാറുണ്ട്. ടെസ്റ്റ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അതായത് സാധാരണ യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ Q0 അല്ലെങ്കിൽ Q0 is equal to +1 കൂളം. അപ്പൊ +1 കൂളം ഉള്ള ചാർജിനെയാണ് നമ്മൾ എന്ത് പറയാ? ടെസ്റ്റ് ചാർജ് എന്ന് പറയാ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർജാണ് ടെസ്റ്റ് ചാർജ്. ഓക്കെ, എന്ത് ടെസ്റ്റ് ചെയ്യാൻ? ഒരു ഫീൽഡില്, ഇലക്ട്രിക് ഫീൽഡില് ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റില് ഫീൽഡിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു? ആ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ് വെക്കുന്നു. മനസ്സിലായോ? അപ്പോ ആ ടെസ്റ്റ് ചാർജിന്റെ ആ പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഫോഴ്സ് ആണ് എഫ്. അപ്പൊ E = F/Q0 or Q0. ഓക്കെ, അപ്പോ ഇത് നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചതായതുകൊണ്ട് നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. അത് F കണ്ടുപിടിക്കാൻ Q × E, F = Q × E അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? F ന് പകരം Q × E. പിന്നെ ടൈം, ഇവിടെ ടൈമിന് കൊടുക്കുന്നതാണ് ടോ എന്ന് ലിറ്റർ. ടോ ഇവിടെ ടൈം അവിടെ വ്യക്തമായിട്ട് എഴുതാം. T = ടോ. ടോർക്ക് അല്ലെങ്കിൽ ടോ എന്നൊക്കെ പറയും. ടോർക്ക്, ഇവിടെ ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈം എന്നാണ് പറയുക. റിലാക്സേഷൻ ടൈമിനെ, അതൊരു ടൈമാണോ, ആ റിലാക്സേഷൻ ടൈമിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ടോ എന്ന ലെറ്റർ ഉപയോഗിക്കുക. അതെന്താണ് റിലാക്സേഷൻ ടൈം എന്നുള്ളത് അടുത്ത സെക്ഷനിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോ തൽക്കാലം മനസ്സിലാക്കുക, ഇവിടെ ടിക്ക് പകരം എന്ത് കൊടുക്കുക? QE, F ന് പകരം QE/m ഇൻറ്റു ടോർക്ക് പകരം ടൈമിന് പകരം ടോർക്ക് കൊടുക്കും അല്ലേ? ടോർക്ക് കൊടുക്കും. ഓർ ഇവിടെ ചാർജ് V = ഇവിടെ ചാർജ് എന്ന് പറഞ്ഞാൽ ആരുടെ ചാർജാണ്? ഫ്രീ ഇലക്ട്രോണിന്റെ ചാർജ് അല്ലേ? ഫ്രീ ഇലക്ട്രോണിന്റെ ചാർജിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ Q ന് പകരം കൊടുക്കുക ഇലക്ട്രോണിക് ചാർജ് അല്ലെങ്കിൽ E കൊടുക്കുക. അപ്പൊ എന്താവും? Q ന് പകരം E, ക്യാപിറ്റൽ E/m ഇൻറ്റു ടോ. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോ ഡ്രിഫ്റ്റ് വെലോസിറ്റി Vd = E/m ഇൻറ്റു ടോ. ഇനി വേണമെങ്കിൽ ഒക്കെ ഒരു ബ്രാക്കറ്റിൽ നിർത്താൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ചാർജ് കോൺസ്റ്റന്റ് ആണ്, അപ്ലൈ ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. ഏതിനെ അക്രോസ് ആയിട്ട്? കണ്ടക്ടറിനെ അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. m ഫോർ മാസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ മാസും കോൺസ്റ്റന്റ് ആണ്. ടൈമിലല്ല മാറ്റം വരിക. ഏത് ടൈം? റിലാക്സേഷൻ ടൈം. അപ്പൊ എന്താ റിലാക്സേഷൻ ടൈം എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നു? ആ ടെമ്പറേച്ചറിലേക്ക് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് പറയാം. അപ്പൊ ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണുന്ന എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ എന്തുമായിട്ട് കൊളൈഡ് ചെയ്യും? പോസിറ്റീവ് അയോണുകളുമായിട്ട്. മെറ്റലിനകത്തുള്ള പോസിറ്റീവ് അയോണുകളുമായിട്ട് ഇലക്ട്രോണുകൾ കൊളൈഡ് ചെയ്യും. ആ കൊളൈഡ് ചെയ്യുമ്പോൾ അടുത്തടുത്ത രണ്ട് കൊളീഷനുകൾക്ക് എടുക്കുന്ന ടൈമാണ് നമ്മൾ എന്ത് പറയാ? റിലാക്സേഷൻ ടൈം. The time, the average time, like the time taken to successive collision of free electrons with the positive ions. Clear ആയോ? ഫ്രീ ഇലക്ട്രോണുകൾ പോസിറ്റീവ് അയോണുകളുമായിട്ട് തുടരെ അടുത്തടുത്ത രണ്ട് കൊളീഷനുകൾക്ക് എടുക്കുന്ന ടൈമിന്റെ ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയാ? റിലാക്സേഷൻ ടൈം. അതാണ് ടോ. ക്ലിയർ ആയോ? അപ്പോ റിലാക്സേഷൻ ഇവിടെ ടൈമിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത്
ടോ എന്ന് കൊടുക്കാം. ആക്സിലറേഷൻ നമുക്ക് F/m കൊടുക്കാം. F എന്ന് പറഞ്ഞത് ചാർജ് ഇൻടു ഫീൽഡ് ആണ്. അപ്പോൾ ബാക്കിയൊക്കെ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ലാസ്റ്റ് ക്യൂവിന് പകരം ക്യൂവിലെ ചാർജ് ആണ്, ഇവിടെ ആരുടെ ചാർജ് ആണ്? ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. അപ്പൊ നമുക്ക് ഈ ഇത്രയും ആയി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയി. ഓക്കെ, ഇനി ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി സാധാരണ എത്ര ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് Vd is approximately equal to 10 raised to -4 meter per second ആണ്. അത്രേ ഉണ്ടാവുള്ളൂ. 10 raised to -4 meter per second എത്രയോ കുറവല്ലേ? -4 അല്ലേ 10 ന്റെ പവർ അല്ലേ? അത്രയും ചെറിയ വെലോസിറ്റി. ഓക്കെ, അപ്പോ ഈ ടേം മനസ്സിലാക്കേണ്ട. സാധാരണ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാറുണ്ട് എന്തിന്റെ വാല്യൂ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അതുകൊണ്ട് പറയാം, ഡ്രിഫ്റ്റ് വെലോസിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് സബ്ജക്ട് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു കണ്ടക്ടറിനെ അക്രോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിലെ ആ മെറ്റീരിയൽസിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിന് കിട്ടുന്ന ഒരു ആവറേജ് അഡീഷണൽ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയാ? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ ഓക്കെ, next relation between current and drift velocity. Current I യും drift velocity Vd യും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതും കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. എന്താ, ഈ ഒരൊറ്റ ഫോർമുല മാത്രം ഉപയോഗിച്ച് ഓർത്ത് വെച്ചാൽ I equal NeAVd. I means current, N means number of free electrons or number of charges, E means charge of electron. Electronന്റെ ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. E equal to 1.6 into 10 raised to -19 coulomb. അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. A for area of cross section of the conductor. ഇതാണ് ഒരു കണ്ടക്ടർ വിചാരിക്കുക. let us consider a conductor and it is the length of the conductor L, and this shaded portion represents the area of cross section of the conductor. Area of cross section means അതിന്റെ ആ വണ്ണമാണ് അല്ലെങ്കിൽ ആ തിക്നെസ് ആണ്. എത്ര കണ്ട് വണ്ണത്തിലാണ് അല്ലെങ്കിൽ എത്ര കണ്ട് തിക്നെസ്സിലാണ് കണ്ടക്ടർ എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്ലിയർ ആയോ? അപ്പം ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് കണ്ടക്ടറിന്റെ A and Vd ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓരോ ലിറ്ററുകളും നോക്കുക. അപ്പോ ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ടിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് എങ്ങനെയാ? I means ഞാൻ അല്ലേ? ഞാനാണ് എന്താ പിന്നെ ഐയുടെ അർത്ഥം. NE me, A Vd. ഞാൻ ചോദിച്ചു നീ എവിടെ? നീ എവിടെ? ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഇതൊരു ടിപ്സ് മാത്രമായിട്ടാണ് കണക്കാക്കേണ്ടത്, അല്ലാണ്ട് വേറെ മറ്റുള്ള സംഭവങ്ങളൊന്നുമല്ല. അത് ഫിസിക്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നല്ല. നമുക്ക് ഓരോ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു നീ എവിടെ? NeAVd, നീ എവിടെ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് കറന്റ് ഡെൻസിറ്റി. കറന്റ് ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്ററാണ് സ്മോൾ ജെ. സ്മോൾ ജെ മറക്കരുത്, ക്യാപിറ്റൽ ജെ അല്ല, സ്മോൾ ജെ. നമ്മൾ അറിയാം ഡെൻസിറ്റി പറഞ്ഞാൽ സാധാരണ മെക്കാനിസത്തിൽ നമ്മൾ ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി മീൻസ് മാസ് ബൈ വോളിയം. ഇത്ര വോളിയത്തിനകത്തുള്ള മാസിനെയാണ് ഡെൻസിറ്റി എന്ന് പറയാം. എന്നപോലെ കറന്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ജെ ഈസ് ഈക്വൽ ടു കറന്റ് ബൈ ഏരിയ. എത്ര ഏരിയ ക്രോസ് സെക്ഷനിലുള്ള കറന്റിനെയാണ്, ഇത്ര ഏരിയയിലുള്ള കറന്റിനെയാണ് കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ഏരിയയിലുള്ള കറന്റിനെയാണ് കറന്റ് ഡെൻസിറ്റി. ദാറ്റ് ഈസ് കറന്റ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് കറന്റ് ഡെൻസിറ്റി. ഓർ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് വാല്യൂ ഫോർ NeAVd? അപ്പോൾ NeAVd by A. ആ A നെയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടി കറന്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു NeVd. നീ വിട് അല്ലേ? നീ വിട്. നീ എവിടെയല്ല, നീ വിട്. പിടിച്ചു, നീ അവിടെ വിട്. അതൊരു ഓർമ്മ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറഞ്ഞൂടെ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കറന്റ് ഡെൻസിറ്റി? കറന്റ് ഡെൻസിറ്റി യൂണിറ്റ് എന്തായിരിക്കും? കറന്റ് ഡെൻസിറ്റി പറഞ്ഞാൽ I/A അല്ലേ? കറന്റിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ. ജെയുടെ യൂണിറ്റ് ആണ് പറയുന്നത് SI യൂണിറ്റ് ഓഫ് കറന്റ് ഡെൻസിറ്റി. കറന്റ് I മീൻസ് ആംപിയർ, A ഫോർ ദ ആംപിയർ അല്ല കേട്ടോ, ഇതിന്റെ ഏരിയ ആണ്. ഈ ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. അപ്പൊ ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ഓർ AM
raised to minus 2. അല്ലേ? It is SI unit of current density എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത്രയും